നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ENT ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ വന്നത്. അദ്ദേഹം പറയുന്നത് എൻ്റെ തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞിരിക്കുന്നുണ്ട്, വിഴുങ്ങാൻ പറ്റുന്നില്ല. ENT ഡോക്ടർ പരിശോധിച്ച് നോക്കി, അവിടെയൊന്നും പ്രകടമായി ഒന്നും കാണാനില്ല. എൻഡോസ്കോപ്പി എന്നൊരു പരിശോധനയുണ്ട്, അതായത് തൊണ്ടയിൽ എന്തെങ്കിലും വളർച്ചയോ മുഴയോ എന്തെങ്കിലും തടഞ്ഞിരിക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നറിയാനാണ്. അത് ചെയ്തു നോക്കി, അതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡോക്ടർ കുഴപ്പമില്ലെന്ന് ആശ്വസിപ്പിച്ചപ്പോൾ ഒരു 2 ദിവസത്തേക്ക് ആൾ ഓക്കെ ആയിരുന്നു. 2 ദിവസത്തേക്ക് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. 3-ൻ്റെ അന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്ത. അപ്പോൾ ഇതിനെ തുടർന്ന് പല ഡോക്ടർമാരെ കണ്ടു. ENT ഡോക്ടർമാരെ തന്നെ 3-4 പേരെ കണ്ടു, ഗ്യാസ്ട്രോയുടെ ഡോക്ടറിനെ കണ്ടു, ഹോമിയോ ഡോക്ടറിനെ കണ്ടു, ആയുർവേദ ഡോക്ടറിനെ കണ്ടു, പലരെയും മാറി മാറി കണ്ടു. അവരൊക്കെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊരു സമാധാനം വരുന്നുണ്ട്. മരുന്നുകൾ കഴിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടുന്നാൽ 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് ആവർത്തിച്ച് വരികയാണ്. അങ്ങനെയാണ് അവസാനം ഈ വ്യക്തി ഒരു ENT ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ ഈ കഥ ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നത്, ഒരു 3 മാസത്തിന് മുൻപ് ഒരു ക്രിക്കറ്റ് മത്സരം ഇദ്ദേഹം TV യിൽ കാണാനിടയായി. ഇദ്ദേഹം ക്രിക്കറ്റ് പ്രേമിയാണ്. അപ്പോൾ ക്രിക്കറ്റിൽ ആവേശത്തോടെ ഇദ്ദേഹം ഈ ക്രിക്കറ്റ് മത്സരത്തിൽ അങ്ങ് ലയിച്ച് വളരെ ത്രില്ലിംഗ് ആയിട്ട് ആ കളി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൂടെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചോറും മീൻ വറുത്തതുമായിരുന്നു. അപ്പോൾ അല്പം മുള്ളൊക്കെയുള്ള മീനായിരുന്നു. ഇദ്ദേഹം ഈ ആവേശത്തോടെ ഈ സ്ക്രീനിൽ ലയിച്ചിരുന്ന് സൈഡിൽ കൂടി കഴിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഈ മീനിൻ്റെ മുള്ളേതോ തൊണ്ടയിലൊന്ന് കുടുങ്ങി. ഇദ്ദേഹം പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ വന്നു. ഇദ്ദേഹം അങ്ങ് ഭയന്നു പോയി. ഇദ്ദേഹം വളരെ വെപ്രാളപ്പെട്ട് ഉടനെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ പോയി. നോക്കിയപ്പോഴത്തേക്ക് മീനിൻ്റെ മുള്ള അവിടെ തടഞ്ഞൊന്നും ഇരിപ്പില്ല. മീനിൻ്റെ മുള്ള് തൊണ്ടയിലൊന്ന് പോറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പോറലുണ്ട്. ആ പോറലുണ്ടാകുമ്പോൾ എന്തോ തടഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരുമല്ലോ. പക്ഷേ ആ മുള്ളങ്ങ് അകത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ ഒരു തരത്തിലും തടഞ്ഞൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഡോക്ടർമാർ സമാധാനിപ്പിച്ച് വിട്ടു. ആ തൊണ്ടയിലുണ്ടായ ഒരു പോറൽ പരിഹരിക്കാനുള്ളൊരു മരുന്നൊക്കെ കൊടുത്തു വിട്ടു. അന്ന് തൊട്ടാണ് ഇദ്ദേഹത്തിന് ഈ പ്രശ്നം. പിറ്റേന്ന് രാവിലെ തൊട്ട് എന്തോ തടഞ്ഞിരിപ്പുണ്ട് എന്നൊരു തോന്നലാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് തടഞ്ഞിരിപ്പുണ്ടെന്നാണ്. മീനിൻ്റെ മുള്ളൊക്കെ ആണെങ്കിൽ അത് അന്നേ പോയിട്ടുണ്ടാവില്ല. അദ്ദേഹം പറയുന്ന മീനിൻ്റെ മുള്ള് പോറിയത് കാരണം അവിടെ ഇനി വലിയ തടിപ്പ് വല്ലതും വന്ന് അവിടെ വല്ല ക്യാൻസർ പോലെ എന്തെങ്കിലും രൂപപ്പെടാൻ സാധ്യതയുണ്ടോ, അതാണോ എനിക്ക് വിഴുങ്ങാൻ പറ്റാത്തത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പാണോ അങ്ങനെയൊക്കെ വരുമോ? ഇല്ല, എനിക്ക് ഉറപ്പൊന്നും ഇല്ല. ഡോക്ടർമാർ പറയുമ്പോൾ എനിക്ക് സമാധാനം ആവുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പിന്നെ ഈ ബുദ്ധിമുട്ട് മാറുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ രോഗ ഉത്കണ്ഠ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇതിനെ ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറഞ്ഞൊരു വാക്ക് വെച്ച് വിശേഷിപ്പിച്ചിരുന്നു. അതായത് തനിക്ക് എന്തോ രോഗമുണ്ട് എന്നൊരു തോന്നൽ. ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വല്ലാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു. ഈ രോഗമുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിരവധി ഡോക്ടർമാരെ കാണുന്നു. പലതരം ടെസ്റ്റുകളും പരിശോധനകൾക്കും വിധേയമാകുന്നു. ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ തൽക്കാലത്തേക്കൊരു സമാധാനമാവും. പക്ഷേ എന്നാലും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ പ്രയാസം തിരിച്ചു വരികയാണ്. ഈ ഒരു അവസ്ഥയാണ് ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ. ഇത് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടും വരും. ഇപ്പോൾ ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡറുള്ള മിക്കവാറും ആളുകളെല്ലാം ഇന്ന രോഗമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊരു രോഗത്തിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടോ എന്നെനിക്ക് സംശയം എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. തൊണ്ടയിൽ മുള്ള് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മുള്ള് കുടുങ്ങിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഏതാണ്ട് പൂർണ്ണമായിട്ട് ബോധ്യം വന്നു. പക്ഷേ ആ മുള്ള് പോറിയത് മൂലം ആ തൊണ്ടയിലെ കോശങ്ങൾ പെരുകി അതൊരു ക്യാൻസർ പോലെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക. ഇത്തരം ആളുകൾ പലപ്പോഴും ഈ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള എന്ത് വിവരങ്ങളും സ്വാംശീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആരോഗ്യ മാസികകളൊക്കെ നിരന്തരം വായിക്കും. ആരോഗ്യ സംബന്ധമായ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരുന്ന എല്ലാം കാണും. അപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നിരന്തരം കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ക്യാൻസറിൻ്റെ 5 ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ തനിക്ക് ഉണ്ട് എന്നൊരു തോന്നൽ വരാം. അങ്ങനെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഗൂഗിളിൽ കയറി നോക്കും, ChatGPT ചോദിക്കും. അപ്പോൾ തൊണ്ടയിൽ എന്തോ തടഞ്ഞിരിക്കുന്നു, എന്തായിരിക്കാം എന്ന് പറഞ്ഞ് ChatGPT ചോദിച്ചാൽ ചിലപ്പോൾ ഒരു മറുപടി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിലൊന്ന് ക്യാൻസർ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ക്യാൻസറാണ് എന്നുള്ളൊരു സംഗതി കാണുമ്പോൾ ഇവരങ്ങ് വെപ്രാളപ്പെടുകയാണ്. അയ്യോ, എനിക്ക് ക്യാൻസറാണ് എന്നൊരു തോന്നൽ വരികയാണ്. അപ്പോൾ ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ പഴകും തോറും
അത് വളരെ തീവ്രമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. അവരുടെ ഉറക്കം നഷ്ടപ്പെടും, വിശപ്പ് നഷ്ടപ്പെടും, അവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് വരും, ആളുകളോട് ഇടപെടാൻ ബുദ്ധിമുട്ട് വരും. പലപ്പോഴും ഈ ഇൽനസ് ആങ്സൈറ്റി ഉള്ളവരുടെ തലച്ചോറിൽ സെറട്ടോണിൻ, ഗാബ ഈ 2 രാസവസ്തുക്കളുടെ അളവ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാനുള്ള മരുന്നുകളും മനസ്സിനെ ശാന്തമാക്കാനുള്ള റിലാക്സേഷൻ പരിശീലനങ്ങളും ചിന്താവൈകല്യങ്ങൾ മാറ്റാനുള്ള അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചികിത്സാ രീതികളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ടും ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമസ്കാരം.